നിങ്ങളുടെ വിൻഡോസ് കാണുന്നുണ്ടോ? വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തത്? അബൌട്ട് വൺ ഡയമെൻഷൻ അറേ അല്ലെ? വൺ ഡയമെൻഷൻ അറേയെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തത്. ഹൗ ടു ഡിക്ലെയർ എ വൺ ഡയമെൻഷൻ അറേ ആൻഡ് ഹൗ ടു ഇനീഷ്യലൈസ്. ഹൗ വിൽ യു ഇനീഷ്യലൈസ് വൺ ഡയമെൻഷൻ അറേ? എങ്ങനെയാണ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുക? വൺ ഡയമെൻഷൻ അറേ ഇനീഷ്യലൈസ് ചെയ്യുക എങ്ങനെയാണ്? ദർ ആർ ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ടായിരുന്നു അല്ലെ? ഫസ്റ്റ് വി ക്യാൻ ഡയറക്ട്ലി ഇനീഷ്യലൈസ് വൈൽ ഡിക്ലറേഷൻ അല്ലെ? ഡിക്ലറേഷന്റെ സമയത്ത് തന്നെ നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാം. പിന്നെ ബൈ യൂസിങ് സ്കാൻഎഫ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് അറേ റീഡ് ചെയ്യാം. ആൻഡ് ഓൾസോ പ്രിന്റ് ഓഫ് യൂസ് ചെയ്തിട്ട് വി ക്യാൻ പ്രിന്റ് ദ എലമെന്റ്സ് ഇൻ ദ അറേ. അതായിരുന്നു നമ്മൾ ജസ്റ്റ് അതിന്റെ ഇനീഷ്യലൈസേഷനും ഡിക്ലറേഷനും ഒക്കെയാണ് പഠിച്ചത്. ഇനി നമുക്ക് ഇന്നൊരു പ്രോഗ്രാം ചെയ്ത് നോക്കാം. പ്രോഗ്രാം ടു ഫൈൻഡ് ദ ഏവറേജ് ഓഫ് n നമ്പേഴ്സ് ബൈ യൂസിങ് അറേ. എങ്ങനെയാണ് അറേ യൂസ് ചെയ്തിട്ട് n നമ്പേഴ്സിന്റെ ഏവറേജ് ഫൈൻഡ് ചെയ്യാന്നുള്ളത്? നോർമലി വിതൗട്ട് എൻ അറേ എങ്ങനെയായിരുന്നു നമ്മൾ ഏവറേജ് ഫൈൻഡ് ചെയ്തിരുന്നത്? അറിയാവോ? ആർക്കെങ്കിലും പറയാൻ പറ്റും? ഹൗ വിൽ യു ഫൈൻഡ് ദ ഏവറേജ് ഓഫ് n നമ്പേഴ്സ്? n നമ്പേഴ്സിന്റെ ഏവറേജ് എങ്ങനെയായിരുന്നു ഫൈൻഡ് ചെയ്തത്? എനി ഐഡിയ ഫോർ ഫൈൻഡിങ് ദ ഏവറേജ് ഓഫ് n നമ്പേഴ്സ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അഭിരാഗിന് പറയാൻ പറ്റുമോ എങ്ങനെയാണ് ഏവറേജ് കാണുക? നോർമലി മാത്തമാറ്റിക്സിൽ നിങ്ങൾ എങ്ങനെ ഏവറേജ് കണ്ടിരുന്നത്? അഭിരാഗ്, ആദിത്യ പറയാൻ പറ്റുമോ എങ്ങനെയാണ് ഏവറേജ് നമ്പേഴ്സിന്റെ ഏവറേജ് കാണുക? സപ്പോസ് യു ഹാവ് 5 നമ്പേഴ്സ് ആൻഡ് യു വാണ്ട് ടു ഫൈൻഡ് ദ ഏവറേജ് ഓഫ് ദാറ്റ് നമ്പർ. എങ്ങനെയാ കണ്ടുപിടിക്കുക? അത് കൂട്ടിയിട്ട് 5 കൊണ്ട് ഡിവൈഡ്. ടോട്ടൽ നമ്പേഴ്സിന്റെ സം എടുത്തിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇവിടെയും ഫോളോ ചെയ്യുന്നത്. സപ്പോസ് നിങ്ങൾക്ക് അറേ യൂസ് ചെയ്തിട്ട് n നമ്പേഴ്സിന്റെ ഏവറേജ് കാണണമെന്ന് പറയാം. നമുക്കറിയാം അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഇറ്റ് ഈസ് എ ലീനിയർ സ്ട്രക്ചർ ആയിട്ടുള്ള ഇതുപോലുള്ള ഒരു ലൊക്കേഷൻ ആണ് അല്ലെ? അപ്പൊ ഓരോ ലൊക്കേഷനും ഐഡന്റിഫൈഡ് ബൈ യൂസിങ് ഇറ്റ്സ് ഇൻഡെക്സ് യൂസ് ചെയ്തിട്ടല്ലേ? അപ്പോൾ സപ്പോസ് ഈ ഒരു അറേ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു മാർക്സ് എന്ന് പറയുന്ന ഒരു അറേ ഉണ്ട്. ഓക്കെ, ഇതിന്റെ ഏവറേജ് എനിക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഫസ്റ്റ് ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് പ്രസന്റ് ഇൻ ദ ലിസ്റ്റ് എത്രയായിരുന്നു? 1 2 3 4 5. അപ്പൊ n എന്ന് പറഞ്ഞ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് 5 ആണ്. ഇനി ഞാൻ എന്ത് ചെയ്യും? മാർക്ക് ഓഫ് 0 പ്ലസ് മാർക്ക് ഓഫ് 1 പ്ലസ് മാർക്സ് ഓഫ് 2 പ്ലസ് മാർക്സ് ഓഫ് 3 പ്ലസ് മാർക്സ് ഓഫ് 4 കണ്ടുപിടിക്കും അല്ലെ? എന്നിട്ട് ഡിവൈഡഡ് ബൈ 5 ചെയ്യും. അതായിരുന്നല്ലോ നോർമലി ചെയ്യേണ്ടത് അല്ലെ? അപ്പൊ ഫസ്റ്റ് മാർക്സ് ഓഫ് 0 പ്ലസ് മാർക്സ് ഓഫ് 1 മാർക്സ് ഓഫ് 2 മാർക്സ് ഓഫ് 3 മാർക്സ് ഓഫ് 4 ഡിവൈഡഡ് ബൈ 5. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തുകൊണ്ടാണ്. നമുക്ക് അതെന്ത് ചെയ്യാം? കീബോർഡ് കൂടെ അറേയുടെ എലമെന്റ്സ് റീഡ് ചെയ്യാം. ദെൻ ആഫ്റ്റർ ദാറ്റ് വി വിൽ ഫൈൻഡ് ദ ഏവറേജ് ഓഫ് ദാറ്റ് നമ്പേഴ്സ്. ആ നമ്പേഴ്സിന്റെ ഏവറേജ്, ആ അറേ എലമെന്റ്സിലുള്ള നമ്പേഴ്സിന്റെ ഏവറേജ് കണ്ടുപിടിക്കും. ദെൻ എന്നിട്ട് അതിന്റെ റിസൾട്ട് നമുക്ക് ഔട്ട്പുട്ടിൽ പ്രിന്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നത്? ഫസ്റ്റ് ഏതൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇഫ് യു ആർ യൂസിങ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓഫ് ഫങ്ഷൻസ്, വി ഹാവ് ടു ഇൻക്ലൂഡ് വാട്ട്? stdio.h. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമുക്ക് മെയിൻ ആണ് അല്ലെ? അത് വോയിഡ് മെയിനോ ഇൻഡ് മെയിനോ ഏത് വേണേലും യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ ഇൻഡ് മെയിൻ യൂസ് ചെയ്യുന്നു. ഇൻഡ് മെയിൻ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവസാനം റിട്ടേൺ 0 കൊടുക്കണം. ഇനി വോയിഡ് മെയിനാ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇൻഡ് സ്മോൾ ലെറ്റർ ആണ്, ഐ സ്മോൾ ലെറ്റർ. ഓക്കെ, ഇൻഡ് മെയിൻ. ദെൻ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഇനി ഇതിന്റെ ഉള്ളിലാണ് നമ്മുടെ പ്രോഗ്രാം എഴുതേണ്ടത്. ഓക്കെ, സോ ഇവിടെയാണെങ്കിൽ എന്തൊക്കെ വേണം നമുക്ക്? എത്ര എലമെന്റ്സ്, ഹൗ മെനി നമ്പേഴ്സ്, അല്ലെ? എത്ര നമ്പേഴ്സ് നിങ്ങൾ എൻറ്റർ ചെയ്യുന്നുണ്ട്? സോ ടോട്ടൽ കൗണ്ട് വേണം. സപ്പോസ് ദാറ്റ് n ആണെന്ന് വിചാരിക്കാം. ദെൻ വി ഹാവ് ടു ഡിക്ലെയർ എൻ അറേ ഫോർ സ്റ്റോറിങ് ദീസ് എലമെന്റ്സ് അല്ലെ? ഈ എലമെന്റ്സ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അറേ ക്രിയേറ്റ് ചെയ്യണം. സോ മാർക്സ് എന്ന് പറയുന്ന ഒരു അറേ ക്രിയേറ്റ് ചെയ്യാം.
ഓക്കെ, ദെൻ ആ അറേ നമുക്ക് ട്രാവേഴ്സ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ടായിരുന്നു ഇവിടെ അറേ സ്കാൻ ചെയ്തത് അല്ലേ? ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ടായിരുന്നല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഫോർ ലൂപ്പിൽ ഓരോ വേരിയബിൾസും കൊടുക്കണം അല്ലെ? ഐ എന്ന് പറഞ്ഞ 0 ആയിട്ട് 0 മുതൽ n വരെ ആയിരുന്നല്ലേ നമുക്ക് സ്കാൻ ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു വേരിയബിൾ വേണം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇനീഷ്യലി വേണ്ടത്. എന്തൊക്കെ വേണം? ഫസ്റ്റ് സപ്പോസ് നമ്മുടെ അറേ എന്ന് പറയുന്നത് ഇൻറ്റിജർ ആയിക്കോട്ടെ. ഇൻഡ് ഫസ്റ്റ് അറേ വേണം ഫോർ സ്റ്റോറിങ് ദ എലമെന്റ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അറേ വേണം. വി ക്യാൻ ഡിക്ലെയർ ദാറ്റ് ആസ് മാർക്സ് എന്ന് പറയുന്ന ഒരു അറേ ആണ് ഞാൻ ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതിന്റെ സൈസ് ഞാനൊരു 50 കൊടുത്തു, മാക്സിമം സൈസ് കൊടുത്തു. ഓക്കെ, ദെൻ പിന്നെ എന്ത് വേണം? എത്ര എലമെന്റ്സ് ആണ് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത്, അതിന്റെ കൗണ്ട് വേണം. സോ ഫോർ ദാറ്റ് ഞാൻ അതൊരു n ആയിട്ട് കൊടുത്തു. ഓക്കെ, ദെൻ അതിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? അറേ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലൊരു വേരിയബിൾ വേണം. ആ വേരിയബിൾ ഞാൻ ഐ ആയിട്ട് കൊടുത്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് വണ് ഫസ്റ്റ് എനിക്ക് എന്ത് ചെയ്യണം? ഏവറേജ് കാണണമെങ്കിൽ ഫസ്റ്റ് വി നീഡ് ടു ഫൈൻഡ് ദ ടോട്ടൽ സം ഓഫ് എലമെന്റ്സ് പ്രസന്റ് ഇൻ ദ അറേ. സം കണ്ടുപിടിക്കണ്ടേ? സം കണ്ടുപിടിച്ചാലേ നമുക്ക് ഏവറേജ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? അപ്പൊ സമ്മിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വേരിയബിൾ യൂസ് ചെയ്ത് സം എന്ന്. ഇനീഷ്യലി അതിന്റെ വാല്യൂ ഞാൻ 0 ആയിട്ട് സെറ്റ് ചെയ്തു. ഓക്കെ, 0 ആണ്. ഇപ്പൊ എലമെന്റ്സിൽ വാല്യൂ ഒന്നുമില്ല. ഓക്കെ, 0 ആണ്. ദെൻ ഫൈനലി എനിക്ക് എന്തും കൂടെ കണ്ടുപിടിക്കണം? ഏവറേജും കൂടെ കണ്ടുപിടിക്കണം. അപ്പൊ അത് സ്റ്റോർ ചെയ്യണം അല്ലെ? ഏവറേജും വേരിയബിൾ. അപ്പൊ ഇത്രയും വേരിയബിൾസ് ആണ് എനിക്ക് വേണ്ടത് ഫോർ ഫൈൻഡിങ് ദ ഏവറേജ് ഓഫ് n നമ്പേഴ്സ്. n നമ്പേഴ്സിന്റെ ഏവറേജ് കണ്ടുപിടിക്കേണ്ട വേരിയബിൾസ് ഇത്രയാണ്. ഫസ്റ്റ് എനിക്ക് മാർക്സ് എന്ന് പറയുന്ന അറേ വേണം. അതിലാണ് ഞാൻ എൻ്റെ വാല്യൂസ് എൻ്റർ ചെയ്യുന്നത്. ദെൻ എത്ര എലമെന്റ്സ് എൻ്റർ ചെയ്യും എന്നുള്ളതിന്റെ കൗണ്ട് ആണ് n. ദെൻ ഇവിടെ ഐ യൂസ് ചെയ്യുന്നുണ്ട്. ഐ എല്ലാം സ്മോൾ ലെറ്റർ ആണ്, ടൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നത്. ഓക്കെ, ഐ യൂസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് എന്തിനാണ് ഐ? ഫോർ ലൂപ്പിൽ കൂടെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, എലമെന്റ്സ് അറേയിലോട്ട് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന്റെ ഇൻഡെക്സിന് വേണ്ടിയിട്ടാണ് വി വിൽ യൂസ് ഐ. ഓക്കെ, ദെൻ ടോട്ടൽ സം കാണുന്ന സമ്മിന്റെ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വി വിൽ യൂസ് എ വേരിയബിൾ കോൾഡ് സം. ഇറ്റ് ഈസ് ഇനീഷ്യലി അസൈൻ വിത്ത് എ വാല്യൂ 0. കാരണം സം ഒന്നും കണ്ടുപിടിച്ചില്ല. അപ്പൊ ഇനീഷ്യലി നമ്മളത് 0 ആയിട്ട് അസൈൻ ചെയ്ത് വെച്ചു. ദെൻ ഏവറേജ് കണ്ടുപിടിക്കേണ്ട ഒരു വേരിയബിളും യൂസ് ചെയ്യും. ഈ ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് എത്ര എലമെന്റ്സ് എൻ്റർ ചെയ്യുമെന്ന് അറിയണം അല്ലെ? സപ്പോസ് ഒരു 5 എലമെന്റ്സ് ആണോ, അല്ലെ 6 എലമെന്റ്സ് ആണോ, അല്ലെ 10 എലമെന്റ്സ് ആണോ, എത്ര എലമെന്റ്സ് ആണോ നിങ്ങൾ അറയിലോട്ട് എൻ്റർ ചെയ്യാൻ പോകുന്നതല്ല. ഓക്കെ, അപ്പൊ അത് യൂസറിനോട് പറയണം. എൻ്റർ ദ നമ്പർ ഓഫ് എലമെന്റ്സ്. എത്ര എലമെന്റ്സ് ആണ് നിങ്ങൾ എൻ്റർ ചെയ്യുന്നത്. സോ ഫോർ ദാറ്റ് വി ക്യാൻ യൂസ് എ printf സ്റ്റേറ്റ്മെന്റ്. printf എന്നിട്ട് പറഞ്ഞു കൊടുക്കും അല്ലെ? എന്താണ്? എൻ്റർ number of elements. അല്ലെ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? എത്ര എലമെന്റ്സ് ആണോ എൻ്റർ ചെയ്യുന്നത് അതിന്റെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കും. അപ്പൊ നിങ്ങൾ അത് എന്ത് ചെയ്യണം? യു ഹാവ് ടു സ്കാൻ ദാറ്റ് നമ്പർ. സ്കാൻ ചെയ്യണം, റീഡ് ചെയ്യണ്ടേ? ഓക്കെ, റീഡ് ചെയ്തിട്ട് അത് n എന്ന് പറയുന്ന വേരിയബിൾ നമുക്ക് സ്റ്റോർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ എന്ത് ചെയ്തു? scanf here it is an integer type value. n എന്ന് പറയുന്ന it is an integer type value. So for that നമ്മൾ എന്ത് ചെയ്യണം? എന്താണ് scanf-ലെ ഫോർമാറ്റ് സ്പെസിഫയർ യൂസ് ചെയ്യേണ്ടത്? For integer type value you have to use %d. Okay, then comma ampersand n. അല്ലെ? ഇതിന്റെ മീനിങ് എന്താണ്? നിങ്ങൾ ഒരു 5 ആണ് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ 5 റീഡ് ചെയ്തിട്ട് ഇറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻ ദ വേരിയബിൾ n. n എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ ദാറ്റ് മീൻസ് നിങ്ങൾ n നമ്പേഴ്സ് ആണ് ഇനി എൻ്റർ ചെയ്യാൻ പോകുന്നത് അറയിലോട്ട്. ഓക്കെ, ഇനി നമുക്ക് ആ എലമെന്റ്സ് റീഡ് ചെയ്യാം.
അല്ലേ? ഓരോരോ എലമെന്റ്. സപ്പോസ് നിങ്ങൾ 5 ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ now you have to read that 5 numbers റീഡ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? അത് അറയിലോട്ട് സ്റ്റോർ ചെയ്യണം. ഓക്കെ, അറയിലോട്ട് സ്റ്റോർ. അപ്പൊ അറേ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. വി ക്യാൻ യൂസ് ഫോർ ലൂപ്പ്, അല്ലെ? ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. ഇതൊക്കെ സ്മോൾ ലെറ്റർ ആണ്. ഈ പി എന്നൊക്കെ വരുന്നത് അത് ഓട്ടോമാറ്റിക് ആയിട്ട് മാറുന്നത്. നമുക്ക് അവസാനം മാറ്റാം. ഫോറിന്റെ സിന്റാക്സ് എന്തായിരുന്നു? ഇറ്റ് ഹാസ് 3 parts: initialization, condition and update statement, അല്ലെ? First we can initialize the count value, that means index value I is equal to 0. Initially I യുടെ വാല്യൂ 0. കാരണം എന്താണ്? array index starts from എവിടുന്നാണ്? 0 to n-1 വരെയാണ്. 0 മുതലാണ് അറേയുടെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇനീഷ്യലി I യുടെ വാല്യൂ 0 ആയിട്ട് സ്റ്റോർ ചെയ്തു. I is equal to 0. Okay. Then after that we have to specify the conditions, അല്ലേ? up to what? എത്ര വരെയാണ് നമ്മൾ അറേയുടെ എലമെന്റ്സ് റീഡ് ചെയ്യേണ്ടത്? up to n-1. that means we can write I less than n എന്ന് പറഞ്ഞാൽ മതിയല്ലോ. Okay, if the number of element 5 ആണ് നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ up to 4 വരെയല്ല റീഡ് ചെയ്യേണ്ടത്. that means 0, 1, 2, 3, 4. Okay, so I less than n, or you can write I less than or equal to n-1 കൊടുക്കാം. ഏത് വേണേലും യൂസ് ചെയ്യാം. I less than n or I less than or equal to n-1. Okay, ഇവിടെ ഞാൻ I less than n. Okay, then you have to write the update statement. Here for each value we have to increment the value of I. ഓരോ values read ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? we have to increment the value of I. so for that I plus plus. then ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റീഡ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ് എഴുതേണ്ടത്, അല്ലേ? റീഡ് ചെയ്യണം. ഫോർ റീഡിങ് അറിയാം. നമ്മൾ ആദ്യം നമ്മൾ പറഞ്ഞു കൊടുക്കണം എൻ്റർ ദ നമ്പേഴ്സ്, അല്ലേ? പ്രിന്റ് ഓഫ് enter the numbers. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്പേഴ്സ് എൻ്റർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യാം? റീഡ് ചെയ്യാം. ഫോർ റീഡിങ് ദാറ്റ് നമ്പർ വി ക്യാൻ യൂസ് scanf സ്റ്റേറ്റ്മെന്റ്. scanf array ആണ് റീഡ് ചെയ്യേണ്ടത്. സോ ഇറ്റ് ഈസ് ഓൾ ഇന്റിജർ array. സോ %d, ആംപർസാൻഡ് എവിടേക്കാണ് സ്റ്റോർ ചെയ്യേണ്ടത്? ഫസ്റ്റ് എലമെന്റ് I of 0, then marks of 0, then marks of 1, marks of 2. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇൻഡെക്സ് ഏതാണ് യൂസ് ചെയ്തിരിക്കുന്ന വേരിയബിൾ? I ആണ്. So here we can write marks of I. Okay. ഇപ്പോൾ എന്താണ് പ്രോസസ്സ് നടക്കുന്നുണ്ടാവുക? നിങ്ങൾ ഓരോ നമ്പർ എൻ്റർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് മാർക്സ് ഇനീഷ്യലി ഐയുടെ വാല്യൂ 0 ആവും. ഓക്കെ, ദെൻ ഇപ്പൊ സപ്പോസ് നിങ്ങളൊരു 4 ആണ് എൻ്റർ ചെയ്തിരിക്കുന്നത്. 4 എലമെന്റ്സിന്റെ ഏവറേജ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇൻ ദാറ്റ് കേസ് n എന്ന് പറയുന്ന വാല്യൂ എത്രയായിരിക്കും? 4 ആയിരിക്കും, അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ഇനീഷ്യലി I is equal to 0, 0 less than 4 ആണ്, കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ നിങ്ങളോട് പറയും എൻ്റർ ദ നമ്പേഴ്സ് എൻ്റർ ചെയ്യാൻ പറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഫസ്റ്റ് നമ്പർ എൻ്റർ ചെയ്യും. ദാറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻ മാർക്സ് ഓഫ് 0 സ്റ്റോർ ചെയ്യും. ഓക്കെ, ദെൻ കൺട്രോൾ ഇവിടേക്ക് വരും. സ്മോൾ ലെറ്റർ ആണ്. കൺട്രോൾ ഇവിടേക്ക് വരും. ഐയുടെ വാല്യൂ ഇറ്റ് വിൽ ഇനീഷ്യലി ഇറ്റ് വാസ് 0, നൗ ഇറ്റ് വിൽ ബിക്കം എത്രയായിരിക്കും? 1. ഓക്കെ, ദെൻ 1 less than 4 ആണ്, കണ്ടീഷൻ ട്രൂ ആണ്. ഓക്കെ, അഗെയിൻ എൻ്റർ ദ നമ്പർ. നെക്സ്റ്റ് നമ്പർ എൻ്റർ ചെയ്യാൻ പറയും. യു വിൽ enter the number. Then by using the scanf we can read the second number, then that will be stored into
ഐയുടെ വാല്യൂ ഇപ്പോൾ എത്രയാണ്? 1 ആണ്. ദാറ്റ് മീൻസ് മാർക്സ് ഓഫ് 1ൽ സെക്കൻഡ് നമ്പർ സ്റ്റോർ ചെയ്യും. അഗെയിൻ കൺട്രോൾ ഇവിടേക്ക് പോവും. എന്താണ്? ഐയുടെ വാല്യൂ നൗ ഇറ്റ് ബിക്കം 2. ദെൻ 2 less than 4 ആണ്, കണ്ടീഷൻ ട്രൂ ആണ്. അഗെയിൻ ദേ വിൽ ആസ്ക് യു ടു എൻ്റർ എ നമ്പർ. ദെൻ യു വിൽ എൻ്റർ ദ നമ്പർ. ദെൻ മാർക്സ് ഓഫ് 2ൽ ആ നമ്പർ എൻ്റർ ചെയ്യും. ദെൻ നെക്സ്റ്റ് ഇവിടേക്ക് പോകും I plus plus. That means and now the value of I become 3. Here 3 less than n, condition true ആണ്. Again they will ask you to enter number. Then you will enter the number. Then അത് എവിടേക്ക് സ്റ്റോർ ചെയ്യും? മാർക്സ് ഓഫ് 3ൽ സ്റ്റോർ ചെയ്യും. Then again എന്ത് ചെയ്യും? കൺട്രോൾ ഇവിടേക്ക് പോകും. I plus plus. I plus plus means എന്താണ്? Now the value of I become 4. 4 means എന്താണ്? 4 less than 4 ആണോ? കണ്ടീഷൻ ഫോൾസ് ആവും. അപ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവും? ഈ കംപ്ലീറ്റ് ഫ്രം 0, 1, 2, 3 അല്ലേ? മാർക്സ് ഓഫ് 0ൽ ഫസ്റ്റ് നമ്പർ കിട്ടിയിട്ടുണ്ടാവും, മാർക്സ് ഓഫ് 1ൽ സെക്കൻഡ് നമ്പർ കിട്ടിയിട്ടുണ്ടാവും, മാർക്സ് ഓഫ് 2ൽ തേർഡ്, മാർക്സ് ഓഫ് 4ൽ മാർക്സ് ഓഫ് 4 ഉണ്ടാവില്ല, മാർക്സ് ഓഫ് 3ൽ നെക്സ്റ്റ് നമ്പർ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് array കിട്ടിയിട്ടുണ്ടാവും. ദെൻ നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? വി ഹാഡ് ടു ഫൈൻഡ് ദ average of that number. ഓക്കെ, ഏവറേജ് കണ്ടുപിടിക്കും. ഇപ്പൊ അറേയിൽ നമ്മൾ അറേയുടെ എന്തുണ്ട്? എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, ഇനി അതിന്റെ ഏവറേജ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഞാൻ ആദ്യം ഒരു ലോജിക്ക് പറഞ്ഞു തരാം, എന്നിട്ട് ഈ പ്രോഗ്രാം കുറച്ച് സിമ്പിൾ ആക്കി തരാം. ഓക്കെ, ഏവറേജ് കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഞാൻ സമ്മ് കണ്ടുപിടിക്കണം അല്ലേ? ടോട്ടൽ സമ്മ് കണ്ടുപിടിക്കണം. That means marks of 0 plus marks of 1 plus marks of 2 plus marks of 3 plus up to marks of 3 വരെ. ഇപ്പോൾ 3 elements ആണ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എനിക്ക് മാർക്സ് ഓഫ് 0 റീഡ് ചെയ്യണം, എന്നിട്ട് അത് പ്ലസ് മാർക്സ് ഓഫ് 1 ആഡ് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് അഗെയിൻ ഐ ആം യൂസിങ് another for loop for സെയിം I യൂസ് ചെയ്യുന്നത്. I is equal to 0, I plus n, I plus plus. Okay, then എന്താ ചെയ്യേണ്ടത്? ഞാൻ സമ്മ് കണ്ടുപിടിക്കണം ഫസ്റ്റ് അല്ലേ? സമ്മ് കണ്ടുപിടിക്കേണ്ടത് ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഇതൊക്കെ സ്മോൾ ലെറ്റർ ആണ്. സം കണ്ടുപിടിക്കാൻ സം ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ സം 0 ആണ്. സം പ്ലസ് മാർക്സ് ഓഫ് ഐ എന്ന്. സം പ്ലസ് മാർക്സ് ഓഫ് ഐ. ഇവിടുത്തെ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവും? ഇനീഷ്യലി സമ്മിന്റെ വാല്യൂ 0. ഓക്കെ, ദെൻ ഹിയർ ഐ ഈസ് ഈക്വൽ ടു 0. ദെൻ ഐ less than n മീൻസ് നമ്മുടെ എന്നിന്റെ വാല്യൂ 4 ആയിരുന്നു. ദാറ്റ് മീൻസ് I 0 less than 4 ആണ്. കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് കൺട്രോൾ ഇവിടേക്ക് വരും. ഹിയർ എന്ത് ചെയ്യുന്നുണ്ട്? 0 പ്ലസ് മാർക്സ് ഓഫ് ഐ, ദാറ്റ് മീൻസ് മാർക്സ് ഓഫ് 0. മാർക്സ് ഓഫ് 0യും മാർക്സ് ഓഫ് 0 ഉള്ള വാല്യൂം ഇവിടെയുള്ള 0യും തമ്മിൽ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ഓക്കെ, ദെൻ വി വിൽ ഗെറ്റ് എ റിസൾട്ട്. നമുക്കൊരു റിസൾട്ട് കിട്ടും അല്ലേ? Then control after performing this operation, control എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? ഇറ്റ് ട്രാൻസ്ഫർ ഫ്രം ഹിയർ ടു ഹിയർ. ദാറ്റ് മീൻസ് I plus plus ആവും. I എന്താവും? 1 ആവും. 1 less than 4 ആണ്. എഗെയിൻ എന്ത് ചെയ്യും? കൺട്രോൾ ട്രൂ ആണ്, ഇവിടേക്ക് വരും. ഇവിടെ ഇപ്പോഴെന്തുണ്ട്? നമ്മൾ ഓൾറെഡി മാർക്സ് ഓഫ് 0യും സമ്മും തമ്മിൽ ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ ഉണ്ട്. അതിന്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യും? മാർക്സ് ഓഫ് 1 ആഡ് ചെയ്യും. മാർക്സ് ഓഫ് 1. ദെൻ ആഫ്റ്റർ ദാറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? I പ്ലസ് പ്ലസ് ആവും. മാർക്സ് ഓഫ് 1 ആഡ് ചെയ്തു, I 1 ഇൻക്രിമെന്റ് ചെയ്തു, I 2 ആവും. അഗെയിൻ 2 ലെസ് ദാൻ 4 ആണ്, കണ്ടീഷൻ 2 ആണ്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി കണ്ടുപിടിച്ച സമ്മിന്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യും? മാർക്സ് ഓഫ് 2ഉം കൂടെ ആഡ് ചെയ്യും അല്ലേ? ദെൻ ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം എന്ത് ചെയ്യും? കൺട്രോൾ ഇവിടേക്ക് പോകും. ഐയുടെ വാല്യൂ I പ്ലസ് പ്ലസ്, ദാറ്റ് മീൻസ് നൗ I become 3. ഹിയർ 3 ലെസ് ദാൻ എന്താവും?
4. കണ്ടീഷൻ ട്രൂ ആണല്ലോ. ട്രൂ ആണെങ്കിൽ അഗെയിൻ ഇവിടെ വരും. അപ്പോൾ ഓൾറെഡി കണ്ടുപിടിച്ച സമ്മിന്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ടാവും? ഇറ്റ് വിൽ ആഡ് മാർക്സ് ഓഫ് 3 കൂടെ ആഡ് ചെയ്യും. ഓക്കെ, ദെൻ അഗെയിൻ ഐയുടെ കൂടെ വാല്യൂ 4 ആവും. 4 ലെസ് ദാൻ 4 ആണോ? നോ, അവർ കണ്ടീഷൻ ഫോൾസ് ആണ്. ഫോർ ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഫൈനലി ഇവിടെ സം എന്ന് പറയുന്ന വേരിയബിൾ എന്തുണ്ടാവും? നമുക്ക് ടോട്ടൽ സം ഇവിടെ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ടോട്ടൽ സം ഇവിടെ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ദെൻ ഇനി എന്ത് ചെയ്താൽ മതി നമ്മൾ? ഫൈനലി ഇപ്പൊ ടോട്ടൽ സം ഇതിൽ കിട്ടിയിട്ടുണ്ട്. ദെൻ നമുക്ക് ഏവറേജ് കണ്ടുപിടിക്കാം. ഏവറേജ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ്? AVG അല്ലെ? AVG is equal to എന്താണ്? സം divided by total number of elements. Here it is n. Sum divided by n. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവും? ഏവറേജ് കിട്ടണം. ദെൻ ആ ഏവറേജ് നമുക്ക് ഔട്ട്പുട്ടിൽ പ്രിന്റ് ചെയ്താൽ മതി അല്ലേ? പ്രിന്റ് ഓഫ് average പറഞ്ഞിട്ട് പെർസെൻറ്റേജ് ഓക്കെ, പെർസെൻറ്റേജ് ഡി കോമ ഏവറേജ് ഇപ്പോൾ ഏതിലാണുള്ളത്? ഈ AVG എന്ന് പറയുന്ന വേരിയബിൾ. ജസ്റ്റ് AVG എന്ന് കൊടുത്താണ്. സോ ഇറ്റ് വിൽ പ്രിന്റ് ദ ഏവറേജ്. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള ലോജിക്. ഓക്കെ, മനസ്സിലായോ എന്താ നമ്മൾ ചെയ്തത്? ഫസ്റ്റ് ബൈ യൂസിങ് എ ഫോർ ലൂപ്പ് അല്ലെ? ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് n നമ്പേഴ്സ് റീഡ് ചെയ്തു അല്ലെ? സപ്പോസ് n ആണ് നമ്മൾ എൻ്റർ ചെയ്തത്. ഇപ്പോൾ 4 ആണെങ്കിൽ ബൈ യൂസിങ് ദ ഫോർ ലൂപ്പ് അതിൽ യൂസ് ചെയ്തിട്ട് അറേ റീഡ് ചെയ്തു ഫസ്റ്റ്. ആഫ്റ്റർ ദാറ്റ് നമ്മൾ എന്ത് ചെയ്തു? ടോട്ടൽ സം ഫൈൻഡ് ചെയ്തു. സം ഈസ് ഈക്വൽ ടു സം പ്ലസ് മാർക്സ് ഓഫ് 5. ദെൻ എന്ത് ചെയ്തു? ഏവറേജ് കണ്ടുപിടിച്ചു. അത് ഔട്ട്പുട്ടിൽ പ്രിന്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഇതേ സെയിം പ്രോഗ്രാം തന്നെ ഒരു സിംഗിൾ ഫോർ ലൂപ്പിൽ ചെയ്യാം. ഇവിടെ ഇപ്പൊ നമ്മൾ 2 ഫോർ ലൂപ്പ് യൂസ് ചെയ്തു. ഫോർ റീഡിങ് ദ നമ്പേഴ്സ് ഇവിടെ നമ്മളൊരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തു. ദെൻ ഫോർ ഫൈൻഡിങ് ദ ടോട്ടൽ സം ഇവിടെ നമ്മൾ വേറൊരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തു. ഓക്കെ, ഫോർ ലൂപ്പിന്റെ സ്ട്രക്ചർ സെയിം തന്നെ. I is equal to 0, I less than n, I plus plus. Here also I is equal to 0, I less than n, I plus plus. ഓക്കെ, അപ്പൊ ഈ 2 ഫോർ ലൂപ്പ് ഒഴിവാക്കിയിട്ട് ഇതിന് സിംഗിൾ ഫോർ ലൂപ്പിൽ നമുക്ക് ഈ സമ്മും കൂടെ ആഡ് ചെയ്യാൻ പറ്റുമോ? കാരണം ഓപ്പറേഷൻ സെയിം തന്നെയല്ലേ ചെയ്യുന്നത്. വൈൽ റീഡിങ് എലമെന്റ്സ് റീഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്താൽ മതി? ഈ ഓപ്പറേഷൻ ഇവിടെ ചെയ്തു കഴിഞ്ഞാലോ? അതായത് സം ഈസ് ഈക്വൽ ടു സം പ്ലസ് മാർക്സ് ഓഫ് ഐ എന്ന് കൊടുത്തു കഴിഞ്ഞാലോ? എന്നിട്ട് ഇത് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാലോ സെയിം റിസൾട്ട് നമുക്ക് കിട്ടില്ലേ? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ശ്രദ്ധിച്ചു നോക്കുക. ഇപ്പൊ സപ്പോസ് 4 ആണ് നമ്പേഴ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്തു? I is equal to 0. Then I, that means 0 less than 4. Condition true ആണ്. അപ്പോൾ നിങ്ങളോട് they will ask you to enter the first number. Then you will enter the first number and that will be stored in the array marks of 0 സ്റ്റോർ ചെയ്യും. അപ്പോൾ marks of 0 സ്റ്റോർ ചെയ്യുന്ന അതേ സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ marks of 0 വാല്യൂം സമ്മും തമ്മിൽ ആഡ് ചെയ്യുക. That means initially it was 0 plus marks of 0 വാല്യൂ ആഡ് ചെയ്തിപ്പോൾ സമ്മിൽ എന്തുണ്ട്? ആ വാല്യൂസ് ഉണ്ടല്ലോ. ഓക്കെ, ദെൻ control will transfer from here to here. ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും അല്ലേ? ഹിയർ എന്ത് ചെയ്യും? it will increment the value of I. ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും. Then initially it was 0, now it become 1. Then 1 less than n. 1 less than n condition true ആണ്. Again control ഇവിടെ വരും. They will ask you to enter the second number. അല്ലേ? സെക്കൻഡ് നമ്പർ ആണ് എൻ്റർ ചെയ്യേണ്ടത്. അപ്പൊ എൻ്റർ ദ നമ്പേഴ്സ് എന്ന് പറയും. ദെൻ യു വിൽ എൻ്റർ ദ സെക്കൻഡ് നമ്പർ. ദാറ്റ് വിൽ ബി ഇൻ മാർക്സ് ഓഫ് ഐയിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, ആ മാർക്സ് ഓഫ് ഐയിലെ വാല്യൂ എന്ത് ചെയ്യും? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിരിക്കുന്ന സമ്മിന്റെ കൂടെ ദാറ്റ് മാർക്സ് ഓഫ് ഐയുടെ വാല്യൂ, ദാറ്റ് മാർക്സ് ഓഫ് 1ന്റെ വാല്യൂ ആഡ് ചെയ്യും. ദാറ്റ് പ്രോസസ് റിപ്പീറ്റ് ചെയ്യും.
Okay, finally, while reading itself, we will get the total sum. അല്ലെ, റീഡ് ചെയ്യുന്ന അതേ സ്റ്റേറ്റ്മെന്റ് തൊട്ട് താഴെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ദാറ്റ് സെയിം സിംഗിൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ടോട്ടൽ സം കിട്ടും. ആഫ്റ്റർ ദാറ്റ് വി ക്യാൻ ഫൈൻഡ് ദ ഏവറേജ്. അല്ലെ, ഏവറേജ് എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചത്? ഏവറേജ് ഈസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ എൻ സെമിക്കോളൻ. ഓക്കെ, ദെൻ ദാറ്റ് ഏവറേജ് ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് നമ്മുടെ എന്തെന്ന് ഫൈൻഡ് ദ ഏവറേജ് ഓഫ് എൻ നമ്പേഴ്സ്. എൻ നമ്പേഴ്സിന്റെ ഏവറേജ് ഫൈൻഡ് ചെയ്യേണ്ടതുണ്ട് സി പ്രോഗ്രാം. മനസ്സിലായോ? ഫസ്റ്റ് എന്ത് ചെയ്തു? ഇൻക്ലൂഡ് ചെയ്തു, ഹാഷ് ഇൻക്ലൂഡ് stdio.h. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഇഫ് യു ആർ യൂസിങ് പ്രിന്റ് ഓഫ് ആൻഡ് സ്കാനർ, വാട്ട് എവർ ഇറ്റ് ഈസ്, അല്ലെ, ഇഫ് യു ആർ യൂസിങ് എനി ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഫങ്ഷൻസ്, then you have to include the stdio.h function, sorry, io.h header file. After that, main function in the main, then opening brace, then inside that first എന്ത് ചെയ്യണം? we have to declare all the variables. എന്തൊക്കെ വേരിയബിൾസ് ആണോ യൂസ് ചെയ്യുന്നത് അതൊക്കെ ഡിക്ലെയർ ചെയ്യാം. ഹിയർ വി ആർ യൂസിങ് an array and n for എന്തിനു വേണ്ടിയിട്ടാണ്? നമ്പർ ഓഫ് എലമെന്റ്സ്. I എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻഡെക്സ് വാല്യൂന്. then sum for finding the sum, because after finding the sum, സം ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ഫൈൻഡ് ദ ഏവറേജ് കണ്ടുപിടിക്കാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് ഇത്രയും ഡിക്ലെയർ ചെയ്തു. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സിന്റെ കൗണ്ട് എൻ്റർ ചെയ്യാൻ പറഞ്ഞു, അല്ലെ? അതാണ് എൻ്റർ ദ നമ്പർ ഓഫ് എലമെന്റ്സ്. ദാറ്റ് മീൻസ് n എന്ന് നിങ്ങൾ റീഡ് ചെയ്തു. ദെൻ അപ് ടു n വരെയുള്ള വാല്യൂസ് മാർക്സ് ഓഫ് ഐയിൽ റീഡ് ചെയ്തു. അതിനുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിവിടെ ഫോർ ലൂപ്പ് യൂസ് ചെയ്തത്. ദെൻ ആഫ്റ്റർ ദാറ്റ് ഇവിടെ സമ്മും കണ്ടുപിടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഏവറേജ് ഫൈൻഡ് ചെയ്തു. ഏവറേജ് ഈസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ n. ദെൻ ഫൈനലി ആ ഏവറേജ് ഔട്ട്പുട്ടിൽ പ്രിന്റ് ചെയ്തു. ഇതാണ് നമ്മുടെ എന്ത്? ഫോർ ഫൈൻഡിങ് ദ ഏവറേജ് ഓഫ് n നമ്പേഴ്സ്, സി പ്രോഗ്രാം. ഓക്കെ, ആ പ്രോഗ്രാമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് ആണ് മൾട്ടി ഡയമെൻഷണൽ അറേ. ഓക്കെ, മൾട്ടി ഡയമെൻഷൻ അറേ എന്തായിരുന്നു? മൾട്ടി ഡയമെൻഷൻ, വൺ ഡയമെൻഷൻ അറേ എന്ന് പറഞ്ഞാൽ എന്താണ്? അറേ വിത്ത് ഓൺലി വൺ സബ്സ്ക്രിപ്റ്റ്, അല്ലെ? ഒരു വൺ ഇൻഡെക്സ് വാല്യൂ മാത്രമുള്ളതിനെ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ വൺ ഡയമെൻഷൻ അറേ. In the case of multi-dimension array, that means array which more than one dimensions. More than one dimension means more than one subscript values or more than one index values. Okay, so that is called multi-dimension array. Okay, multi-dimension array may have 2 dimension, 3 dimension, up to n dimension variant. And that depends upon the compiler that you are using. ഏത് കമ്പൈലർ ആണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് എത്ര ഡയമെൻഷൻ വേണേലും നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു സിന്റാക്സ് ഉണ്ടാവുക. മൾട്ടി ഡയമെൻഷൻ അറേ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഫോർ ഏതൊരു അറേ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് യു ഹാവ് ടു സ്പെസിഫൈ ദ ഡാറ്റ ടൈപ്പ്. ദെൻ ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു സ്പെസിഫൈ ദ അറേ. ദെൻ here if it is one dimension, only one dimension കൊടുക്കുക. So it is 2 dimension ആണെങ്കിൽ 2 dimension, that means 2 subscript. Then if it is n അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? n dimensions ഇവിടെ കൊടുക്കുക. Okay, that is first one, second one, up to n വരെ. Okay, but here in പിന്നെ നിങ്ങളുടെ സിലബസിൽ we are going to study about a 2-dimensional array. 2-dimension array. What is 2-dimension? 2-dimension array means array with the 2 dimension. Okay, that means array having rows and columns. അങ്ങനെ വേണേ പറയാം. Okay, 2-dimensional arrays are arrays will be like a matrix. ഒരു മെട്രിക്സ് പോലെയാണ് ഉണ്ടാവുക. മെട്രിക്സിൽ എന്തൊക്കെ ഉണ്ടാവും? It consists of rows and columns. And ഇതുപോലെയായിരിക്കും ഉണ്ടാവുക. Okay, 2-dimension array. അതിൽ റോസും ഉണ്ടാവും, columns ഉണ്ടാവും. All the elements are stored like this. First element will be stored in 0, 0. Then second element 0, 1. Third element 0, 2. Next element 0, 3. അതുപോലെയായിരിക്കും നമ്മുടെ അറേയുടെ എലമെന്റ്സ് സ്റ്റോർ ചെയ്യുന്നുണ്ടാവും. അതിന് റോസും ഉണ്ടാവും, കോളംസും ഉണ്ടാവും. ദാറ്റ് മീൻസ് അറേ വിത്ത് 2 subscript, 2 index value. First index value represents the row and the second index value represents the columns. Okay, here നമുക്ക് അതെങ്ങനെയാണ് ഒരു 2-dimension arrays ഡിക്ലെയർ ചെയ്യാൻ നോക്കാം ഫസ്റ്റ്. ഓക്കെ, ബിഫോർ യൂസിങ് എനി വേരിയബിൾ വി ഹാവ് ടു ഡിക്ലെയർ, അല്ലെ? നമുക്ക് ആദ്യം അത് ഡിക്ലെയർ ചെയ്യണം. ഓക്കെ, സോ ഫോർ ഡിക്ലെയറിംഗ് എ 2-dimension array, ദിസ് വിൽ ബി ദ സിന്റാക്സ്. ഇതാണ് ഒരു 2-dimension array ഡിക്ലെയർ ചെയ്യാനുള്ള സിന്റാക്സ്. ഓക്കെ, ഫസ്റ്റ് വി ഹാവ് ടു സ്പെസിഫൈ ദ ഡാറ്റ ടൈപ്പ്. ഓക്കെ, ദാറ്റ് മീൻസ് ഇന്റിജർ, ഫ്ലോട്ട്, വാട്ട് എവർ ഇറ്റ് ഈസ്, ക്യാരക്ടർ ഏതായാലും അത് ഏത് ഡാറ്റ ടൈപ്പ് ആണോ അത് സ്പെസിഫൈ ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു സ്പെസിഫൈ ദ അറേ നെയിം.
array name specify ചെയ്യുക. Then inside 2 square bracket ഉണ്ടാവും. Single dimensionന്റെ കേസിലാണെങ്കിൽ only 1 square bracket. Here 2 square bracket. First one is for representing the size of the row size, and the second one represent the column size. Okay, column size. Then finally you have to put a semicolon. This will be the syntax for declaring a 2-dimension array. ഇതാണ് 2-dimension array declare ചെയ്യാനുള്ള syntax. First ഒരു data type specify ചെയ്യുക, then arrayയുടെ name specify ചെയ്യുക, then you have to specify the row size. After that you have to specify the column size. Finally ഒരു semicolon ഇട്ട് കൊടുക്കുക. Suppose if you want to declare a 2-dimension array 3/4 മെട്രിക്സ് ഡിക്ലെയർ ചെയ്യണം എന്ന് വിചാരിക്കുക. 3/4 അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇന്റിജർ ടൈപ്പ് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യു ഹാവ് ടു ഡിക്ലെയർ എ ഇന്റിജർ ടൈപ്പ് 2-dimension array. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഫസ്റ്റ് വി ഹാവ് ടു സ്പെസിഫൈ ദ ഡാറ്റ ടൈപ്പ് ഇന്റ്, അല്ലെ? ദെൻ നെക്സ്റ്റ് യു ഹാവ് ടു സ്പെസിഫൈ ദ അറേ നെയിം. ഇവിടെ എന്താണ് യൂസ് ചെയ്തിരിക്കുന്നത്? എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ആണ് യൂസ് ചെയ്തത് ഫോർ representing array name. Then first we have to specify the column size. Here it is 3. Okay, then next after that you have to specify the first you have to specify the row size, then you have to specify the column size. Okay, then you have to specify the column size, then ഒരു semicolon ഇട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? It will create a 2-dimension array like this. Okay, ഇതുപോലുള്ള ഒരു 2-dimension array ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഒരു വാല്യൂസ് ഡിക്ലെയർ ചെയ്ത് ഇന്റ് എക്സ് 3, 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ക്രിയേറ്റ് എ 2-dimension array. ഇതുപോലുള്ള ഒരു 2-dimension array ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അതിന്റെ ഫസ്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി 0, 0. ഓക്കെ, അപ്പൊ ഈ ലൊക്കേഷൻ ആക്സസ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും? എക്സ് ഓഫ് 0, 0 എന്നായിരിക്കും റെപ്രസെന്റ് ചെയ്യുക ഈ ലൊക്കേഷൻ. ഓക്കെ, ദെൻ എക്സ് ഓഫ് 0, 1, എക്സ് ഓഫ് 0, 2, എക്സ് ഓഫ് 0, 3. Okay, then next x of 1, 0, x of 1, 1, x of 1, 2, x of 1, 3, x of 2, 0, x of 2, 1, x of 2, 2, x of 2, 3. Likewise, it will create a 2/3 matrix. Sorry, 3/4 matrix. അപ്പോൾ അതിന്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടെ 0 കൊടുത്തത്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞാണ് അല്ലെ? For every array, its index will start from 0. അല്ലെ? അങ്ങനെയാണെങ്കിൽ 0, 1, 2, 3 വരെ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇവിടെ 0, 1, 2 വരെ. ഇവിടെ റോസ് 3 കൊടുക്കുമ്പോൾ ഇവിടെ വരെ പോകും 0, 1, 2. അപ്പൊ ഈ ഓരോരോ ലൊക്കേഷനിലായിരിക്കും എന്ത് ചെയ്യുക? We will store the values. നമ്മൾ വാല്യൂസ് സ്റ്റോർ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു 2-dimension array ഡിക്ലെയർ ചെയ്യുന്നതിന്റെ സിൻടാക്സ്. Then after declaration നമുക്ക് എന്ത് ചെയ്യാം? We can initialize the 2-dimension array. അല്ലെ? ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ 2-dimension array initialize. Initialization means we will assign the values to those locations. ഓരോരോ ലൊക്കേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? വാല്യൂസ് അസൈൻ ചെയ്യുന്നതിനാണ് we will call it as a initialization of 2-dimension array. എങ്ങനെയാണോ 1-dimension array initialize ചെയ്ത് സെയിം പ്രൊസീജിയർ യൂസ് ചെയ്തിട്ട് you can initialize 2-dimension array. ഓക്കെ, സ്റ്റാറ്റിക് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇന്റ് ടെസ്റ്റ് 2/3 is equal to ലിസ്റ്റ് ഓഫ് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് എ 2-dimension array. ഇവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ സ്പെസിഫൈ ചെയ്തു ഇറ്റ് ഈസ് എ 2-dimension array ആണ് അല്ലെ? 2/3. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ക്രിയേറ്റ് എ 2/3 മെമ്മറി ലൊക്കേഷൻ. Okay, then if is equal to 2, 4, 5, 9, 0, 90 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് ലൊക്കേഷനിൽ എന്ത് ചെയ്യും? 2 സ്റ്റോർ ചെയ്യും, സെക്കൻഡ് ലൊക്കേഷൻ 4, നെക്സ്റ്റ് ലൊക്കേഷൻ 5, ദെൻ അടുത്ത റോയിൽ വന്നിട്ട് 9, 0, 90 ദാറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി സ്റ്റോർ ചെയ്യും. ഓക്കെ, ഇതുപോലെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇന്റ് ടെസ്റ്റ് 2, 3 എന്ന് പറഞ്ഞാൽ സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. 2, 3 is equal to 2, 4, 5, 9, 0, 90 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി allocate or assign all the values in each locations. ഇനി സപ്പോസ് ഇനി ഇതുപോലെ കൊടുക്കണ്ട, നിങ്ങൾക്ക് ഫസ്റ്റ് റോ ഫസ്റ്റ് കൊടുക്കണം, ദെൻ സെക്കൻഡ് റോ പിന്നെ സെപ്പറേറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്പെസിഫൈ ലൈക്ക് ദിസ്. ഇതുപോലെയും കൊടുക്കാം. ദിസ് വിൽ ഓൾസോ വർക്ക്. ഇതും വർക്ക് ചെയ്യും. അതായത് ടെസ്റ്റ് 2/3 is equal to ഫസ്റ്റ് റോ 2, 4, 5 ആണ്, ദെൻ കോമ സെക്കൻഡ് റോ 9, 0, 90. ഈ രീതി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും?
That will also ഇതേ രീതിയിൽ തന്നെ it will arrange the memory. ഇതേ രീതിയിലാണ് values assign ചെയ്യുക. So either you can use this method or this method. ഏത് വേണമെങ്കിലും നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. Okay. And if നിങ്ങൾക്ക് ചിലപ്പോൾ suppose if you are not specifying the row size, only നിങ്ങൾ സ്പെസിഫൈ ചെയ്ത കോളം സൈസ് മാത്രമാണെങ്കിലും it will also work. അതായത് ഇപ്പം 2x3 മെട്രിക്സ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അതിൽ നിങ്ങൾ റോ സൈസ് സ്പെസിഫൈ ചെയ്തിട്ടില്ല ഇനീഷ്യലൈസ് ചെയ്യുന്ന സമയത്ത്. ഓൺലി സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് എന്താണ്? കോളം സൈസ് ആണ്. ദാറ്റ് വിൽ ഓൾസോ അക്സെപ്റ്റ് ഇൻ ദ സി പ്രോഗ്രാം. സി പ്രോഗ്രാമിൽ അതും അക്സെപ്റ്റബിൾ ആണ്. ദാറ്റ് വിൽ ഇതും അങ്ങനെ തന്നെ എന്ത് ചെയ്യും? ഫസ്റ്റ് ഇതേപോലെ ഫസ്റ്റ് 3 ലൊക്കേഷനിൽ ഫസ്റ്റ് റോയിൽ 3 സ്റ്റോർ ചെയ്യും. ദെൻ സെക്കൻഡ് റോയിൽ നെക്സ്റ്റ് 3 വാല്യൂസ് സ്റ്റോർ ചെയ്യും. ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റോർ ചെയ്യും. ദാറ്റ് മീൻസ് എന്താണ്? റോ സൈസ് എന്ന് പറയുന്ന 2-dimension അറേയുടെ കേസിൽ ഓപ്ഷണൽ ആണ്. ബട്ട് ഇറ്റ് ഈസ് മാൻഡേറ്ററി ടു സ്പെസിഫൈ ദ കോളം സൈസ്. കോളം സൈസ് സ്പെസിഫൈ ചെയ്യേണ്ടത് മാൻഡേറ്ററി ആണ്. ബട്ട് റോ സൈസ് സ്പെസിഫൈ ചെയ്യുന്നത് ഓപ്ഷണൽ ആണ്. ഓക്കെ, ഇതാണ് ഒരു 2-dimension അറേയുടെ സ്റ്റാറ്റിക് ആയിട്ട് വാല്യൂസ് ഇനീഷ്യലൈസ് ചെയ്യുമ്പോഴുള്ള സിറ്റുവേഷൻ. എന്തൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? 2-dimension അറേ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അറേ വിത്ത് 2 dimension. That means array is having rows and columns. Okay, that is called a 2-dimension array. Okay, for declaring a 2-dimension array, first you have to specify the data type followed by the array name. Then inside the square bracket, first you have to specify the row size and next you have to specify the column size with the semicolon. Okay, then other example ആണ് ഇവിടെ കൊടുത്തത്. int x3 4 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ it will create a 3x4 matrix and അതിന്റെ ലൊക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രം 0 0 0 1 0 2 likewise. Okay, then next one നമ്മൾ പറഞ്ഞ initialization ആണ്. Initialization of 2-dimension array. There are different methods are there for initializing. The simplest method എന്ന് പറയുന്നത് direct ആയിട്ട് we can assign the values by using curly bracket. The curly bracket list of elements കൊടുത്തു കഴിഞ്ഞാൽ it will automatically assign all the values in each locations. ഇനി അതല്ല, if you want to specify each row separately, then also you can specify like this. Okay, ഇതേപോലെ ഫസ്റ്റ് റോ അതൊരു കേളി ബ്രാക്കറ്റിനുള്ള ഫസ്റ്റ് റോ ഒരു കേളി ബ്രാക്കറ്റിൽ കൊടുക്കുക. ദെൻ നെക്സ്റ്റ് റോ നെക്സ്റ്റ് കേളി ബ്രാക്കറ്റിൽ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ സെയിം ഓപ്പറേഷൻ തന്നെ നടക്കും. ആൻഡ് ഓൾസോ ഇഫ് നമുക്ക് എന്താണ് റോ എന്ന് പറയുന്ന ഡയമെൻഷൻ ഓപ്ഷണൽ ആണ്, റോ കൊടുത്തിട്ടില്ല എങ്കിലും എന്താണ് വി ക്യാൻ പെർഫോം ദ അറേ ഇനീഷ്യലൈസേഷൻ. അങ്ങനെയാണെങ്കിലും എന്താണ് ഇറ്റ് വിൽ ഫസ്റ്റ് 3 വിൽ എവിടെയൊക്കെ അലോക്കേറ്റ് ചെയ്യും? ഫസ്റ്റ് റോയിൽ അലോക്കേറ്റ് ചെയ്യും. ദെൻ നെക്സ്റ്റ് 3 എന്ന് പറയുന്നത് നെക്സ്റ്റ് റോയിൽ അലോക്കേറ്റ് ചെയ്യും. സെയിം പ്രോസസ് തന്നെ നടക്കും. എന്താ? റോ സൈസ് സ്പെസിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ. ഓക്കെ, സോ ഇതാണ് 2-dimension അറേയുടെ കേസിലുള്ള ഇനീഷ്യലൈസേഷൻ. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല എങ്കിൽ നിങ്ങളുടെ അറ്റൻഡൻസ് അവിടെ ടൈപ്പ് ചെയ്തു. അനുശ്രീ വി, ആത്ര, അന്വയ, അനന്യ, അമയ, സയന, അമാന, സരിക, അമൽ, ശന്തന, ഹിബ, ഋഷാൽ, അഭിജിത്ത്, വിനയ, ജയതി, നന്ദനരാജ്, അഫ്ര, പ്രതുൽ, റൈഹാൻ, ഫർഹാന, ഷസ്, അക്ഷയ, അംകിത, അദ്വൈത്, ആദിത്യ, ഖദീജ, മുഹമ്മദ് ഹുസൈൻ, അതുൽ, ഫാത്തിമ, ജുമീന, അഭിൻ വി കെ, അഭിജിത്ത്, അഭിരാഗ്, സ്നേഹ, ധിയ 2 പേരുണ്ട്, 22 23. ഓക്കെ, അനുശ്രീ, ഹസ്ന, ആര്യ, സിത്ത, അതുൽ, സൂര്യനന്ദ, ഫാത്തിമ, റിൻസി, അമൽ.